ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഏതാണ്ട് 10ഓളം എപ്പിസോഡുകൾ എയർ ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോംബോയാണ് ഗബ്രി ജാസ്മിൻ കോംബോ. സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലും വളരെ വ്യത്യസ്തമായ രീതികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന, പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോംബോയാണിത്. ഈ കോംബോയെക്കുറിച്ച് ജാസ്മിൻ ഇന്നലെ സംസാരിച്ച ഒരു കാര്യവും അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനവുമാണ് ഈ വീഡിയോയിലുള്ളത്. ജാസ്മിൻ ഇന്നലെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന സമയത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കംഫർട്ടബിൾ ആകുന്ന ചില കാര്യങ്ങളുണ്ട്. രതീഷേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ രതീഷേട്ടൻ്റെ തോളിൽ ചാരിക്കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ അത്തയുടെ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ തോളിൽ ചാരിക്കിടന്ന് ഉറങ്ങുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുമായിരുന്നു. അത്രയും വലിയൊരു ശരീരവും അത്രയും ഫിസിക്കുമുള്ള ഒരാളായതുകൊണ്ട് ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുമായിരുന്നു. അത് ഒത്തിരി കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ ഗബ്രി തന്നെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു കംഫർട്ടുണ്ട്. ആ കംഫർട്ടിൻ്റെ ലെവൽ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ താൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. തന്നെ ഒരിക്കലും ഗബ്രി വേദനിപ്പിക്കില്ല എന്നതാണ് തൻ്റെ പ്രതീക്ഷ. ഇവിടെ ഏറ്റവും കുറവ് എന്നെ വേദനിപ്പിക്കുന്ന ആൾ ഗബ്രി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ടാണ് ജാസ്മിൻ ഓരോ വിഷമഘട്ടങ്ങളിലും ഗബ്രിയിലേക്ക് ഓടിച്ചെല്ലുന്നതും ഗബ്രിയുടെ അടുത്തിരുന്ന് തൻ്റെ വിഷമങ്ങൾ ചർച്ച ചെയ്യുന്നതും അവർ ഒരുമിച്ചിരുന്ന് ആ സങ്കടങ്ങൾ സോൾവ് ചെയ്യുന്നതുമെല്ലാം എന്ന ഒരു വേർഷൻ ജാസ്മിൻ പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോയിൽ ഗബ്രി ഇത്ര നിഷ്കളങ്കതയോട് കൂടി തന്നെയാണോ ഇതിനെ സമീപിക്കുന്നത് എന്ന ഒരു ചോദ്യം ബാക്കിയാണ്. പലപ്പോഴും ആ ഗെയിമിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ വരുന്ന ഒരു കാര്യം, പലപ്പോഴും ജാസ്മിനെ ഗബ്രിയുടെ ഒപ്പം എത്തിക്കുന്നത് അല്ലെങ്കിൽ ഗബ്രി ജാസ്മിനെ കൂടെ കൂട്ടുന്നത് തനിക്ക് ശക്തയായ ഒരു കവചമായിട്ടാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ചും സംസാരിച്ച് എതിർക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെ, തനിക്ക് വേണ്ടി ബഹളമുണ്ടാക്കാൻ ഒരാളെ കിട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ജാസ്മിനെ കൂടെ കൂട്ടിയത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം ഇതൊരു ഗെയിം പ്ലേസ് ആണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഗെയിമിൻ്റെ ഓരോ തന്ത്രങ്ങളാവാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പല പ്രശ്നങ്ങളിലും ഗബ്രിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയത് അല്ലെങ്കിൽ ഗബ്രിക്ക് വേണ്ടി ആശയപ്രകടനങ്ങൾ നടത്തിയത്, ഗബ്രിക്ക് വേണ്ടി വാഗ്വാദങ്ങൾ നടത്തിയത് ജാസ്മിനാണ്. ഇത് തന്നെയാണ് പലരും ജാസ്മിൻ ശരിക്കും മറ്റു വിഷയങ്ങളിൽ നിന്നുമെല്ലാം തെന്നിമാറി ഗബ്രിയിലേക്ക് മാത്രം ഒതുങ്ങി എന്ന് പലരും പ്രതികരിക്കുന്നതിന് കാരണവും. എന്നാൽ ആത്മാർത്ഥതയോടെ ജാസ്മിൻ ഇതിനുവേണ്ടി എല്ലാം പ്രതികരിക്കുമ്പോഴും ഗബ്രിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അത്ര ആശാവഹമല്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ജാസ്മിനുമൊക്കെയായി വലിയൊരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഗബ്രി മൗനം പാലിച്ചത് എല്ലാവരും വളരെയേറെ ശ്രദ്ധിച്ചതും പ്രതികരിച്ചതുമായ ഒരു കാര്യമാണ്. അതുപോലെ ഈ 10ാമത്തെ എപ്പിസോഡിൽ ഐസ്ക്രീമിൻ്റെ വഴക്കുണ്ടാകുമ്പോൾ ഇതിൻ്റെ തുടർ വഴക്കുകൾ അല്ലെങ്കിൽ തുടർ സംവാദങ്ങളിൽ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നത് ജാസ്മിനാണ്. ഈ സമയത്ത് ആദ്യം ഗബ്രി സ്വന്തം റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയും അതിനുശേഷം പുറത്തുള്ള രശ്മിൻ ഭായും മറ്റുമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേസമയം പൊരിഞ്ഞ വഴക്ക് പുറത്ത് ബാത്റൂം ഏരിയയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഗബ്രി അങ്ങോട്ട് പോകേണ്ടതിന് പകരം ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവിടെ ജാസ്മിൻ അതേസമയം ഗബ്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയുമാണ്. അപ്പോൾ രശ്മിൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? നിനക്ക് നിൻ്റെ കാര്യം അവിടെ ചെന്ന് മാതുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു, അവളവിടെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാഗം പറയാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം സംസാരിച്ച് നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇത്രയും പറഞ്ഞപ്പോഴെങ്കിലും തനിക്ക് വേണ്ടിയാണല്ലോ ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് അവിടേക്ക് ചെല്ലാനോ ജാസ്മിനൊപ്പം കൂടാനോ ഗബ്രി ശ്രമിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗബ്രിക്ക് ശക്തമായൊരു കവചമായി നിൽക്കാൻ വേണ്ടിയാണ് ഗബ്രി ജാസ്മിൻ എന്ന ഒരു സമർത്ഥയായ പ്ലെയറെ കൂടെ കൂട്ടിയത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. രണ്ടാമതൊരു കാര്യം, ജാസ്മിൻ എന്ന ഒരു പ്ലെയർ തൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതോടെ മറ്റുള്ള ഗെയിമുകളിൽ നിന്നും പതിയെ ഔട്ടാകുമെന്നും ഒരു പക്ഷേ ഗബ്രി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതിൽ തെറ്റു പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ബിഗ് ബോസ് ആണ്, ഇതൊരു ഗെയിം പ്ലേസ് ആണ്. ഇവിടെ ഓരോരുത്തർക്കും ലോസ് ഉണ്ടാകാതെ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണമായും ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയോ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഗെയിം നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഇക്കാര്യങ്ങളിൽ ഗബ്രി ഇടപെടുന്നത് എന്ന് സംശയിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ.